ഹലോ ഗായ്സ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഏലാഞ്ചി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഭയങ്കര ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട, അരക്കപ്പ് മൈദാമാവ്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അരക്കപ്പ് വെള്ളം ചേർത്ത് നന്നായി അടിച്ചു മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും ബാറ്റർ റെഡിയായി. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്സ് നോക്കാം. ആദ്യം തേങ്ങ എടുക്കുക. തേങ്ങ തിരുമാൻ എനിക്ക് വലിയ മടിയാണ് കേട്ടോ. അതിനും എൻ്റെ കയ്യിലൊരു എളുപ്പമാർഗ്ഗമുണ്ട്. തേങ്ങ ചെറിയ ചെറിയ പീസസ് ആക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ തേങ്ങ ചിരകിയത് റെഡി. ശേഷം ഒരു പാൻ വയ്ക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കിസ്മിസും കാഷ്നട്ടും ചേർത്ത് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടി കൂടി വേണം കേട്ടോ. എൻ്റെ കയ്യിൽ ഏലക്കയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് 3 ഏലക്കയും കുറച്ച് പഞ്ചസാര, അതായത് ഒരു 4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്ക് പൊടിച്ച് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. പഞ്ചസാര ചേർത്ത് പൊടിച്ചു കഴിഞ്ഞാൽ വേഗം പൊടിഞ്ഞ് കിട്ടും. അങ്ങനെ നമ്മുടെ ഫില്ലിങ്സും റെഡിയായി. ഇനി എന്താ, ഈസി അല്ലേ കാര്യം. ഒരു പാൻ വയ്ക്കുക. അത് ചൂടായി വരുമ്പോൾ നമുക്ക് ദോശ പോലെ ഇത് ചുട്ടെടുക്കാം. യൂഷ്വലി മധുരം അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ കേട്ടോ. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് ആസ്ട്ര മെഡിസിറ്റിയിലെ പാരഗൺ റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ഫ്രണ്ട്സായിട്ട് ചായ കുടിക്കാൻ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഡിഷ് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഫില്ലിങ്സും ടേസ്റ്റും മണവും ഒരു രക്ഷയുമില്ല. അങ്ങനെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിൽ ഒരാളായി മാറി ഈ ഏലാഞ്ചി. പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. എറണാകുളത്ത് ഇത് ഏലാഞ്ചിയാണ്. മറ്റു ചിലയിടത്ത് ലവ് ലെറ്റർ, മുട്ടക്കുഴലപ്പം, മയ്യത്തപ്പം എന്നീ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടാറുണ്ട്. നിങ്ങളുടെ സ്ഥലത്ത് എന്താ ഇത് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് ഫില്ലിങ്സ് ഇങ്ങനെ വെക്കുക. ചെറുതായിട്ട് പതുക്കെ ഇങ്ങനെ ടൈറ്റായിട്ട് മടക്കി വെക്കണം കേട്ടോ. അതിൻ്റെ ഫില്ലിങ്സ് പുറത്ത് പോകാതിരിക്കാനായിട്ട് ഈ 2 സൈഡും ഇതുപോലെ അറ്റം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് പിന്നെയും നന്നായിട്ട് മടക്കി വെക്കണം. ആൻഡ് ഡു യു നോ, ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം ഗോയിങ് ടു ഡു ദിസ്. ഫൈനലി ഇറ്റ് ഡൺ. ഏലാഞ്ചി ഉണ്ടാക്കാനായിട്ട് നമുക്ക് മൈദാമാവായിരിക്കും നല്ലത് കേട്ടോ, കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. മൈദാമാവ് വേണമെങ്കിൽ യൂസ് ചെയ്യാട്ടോ, പക്ഷെ ഇത്ര പെർഫെക്ഷൻ കിട്ടില്ല. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല നെയ്യ്, തേങ്ങ കൊത്തൊക്കെ കിട്ടുന്നുണ്ട് കടിക്കാൻ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ നല്ല ചൂട് പത്തപ്പിച്ചൊരു ചായയും കൂടെ ആയാലോ അടിപൊളി, വേറെ ലെവൽ കോമ്പിനേഷൻ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. ഇപ്പോൾ ബൈ.